സിനിമാ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിജയവാഹിനി സ്റ്റുഡിയോയിൽ വെച്ച് ചന്ദ്രതാര പ്രൊഡക്ഷന് വേണ്ടി ടി.കെ. പരീക്കുട്ടി നിർമ്മിച്ച് നീലവെളിച്ചം എന്ന നോവലിന്റെ കഥ വികസിപ്പിച്ച് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ തിരക്കഥയിൽ എ. വിൻസെന്റ് സംവിധാനം ചെയ്ത് 1964 ഒക്ടോബർ 22 പുറത്തിറങ്ങിയ ഭാർഗവി നിലയം എന്ന സിനിമയെ കുറിച്ചിട്ടാണ്. മലയാളത്തിലെ ആദ്യത്തെ മുഴുനീള പ്രേതകഥയാണ് ഭാർഗവി നിലയം എന്ന ഈ സിനിമ. എ. വിൻസെന്റിന്റെ ആദ്യ സംവിധാനമാണ് എന്നും കേൾക്കുന്നുണ്ട്. സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് മധു, എം. നസീർ, വിജയ നിർമ്മല, PJ ആന്റണി, അടൂർ ബാസി, കുതിരവട്ടം പപ്പു മുതലായിട്ടുള്ളവരാണ്. കുതിരവട്ടം പപ്പുവിന് ഈ പേര് ലഭിച്ചതും ഈ സിനിമയിൽ നിന്ന് തന്നെയാണ്. സംഗീതം ബാബുരാജ്, ഗാനങ്ങൾ P. ഭാസ്കരൻ, പാടിയത് യേശുദാസ്, സുശീല, ജാനകി, കമുകറ പുരുഷോത്തമൻ മുതലായിട്ടുള്ളവരാണ്. ഇതിലെ പാട്ടുകളെല്ലാം വളരെ ഫേമസ് ആയിട്ടുള്ള പാട്ടുകളാണ്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് ഏകാന്തപതികൻ ഞാൻ, പൊട്ടിത്തകർന്നു പോയ, പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിലും വളരെ ഹിറ്റായിട്ടുള്ള അല്ലെങ്കിൽ വളരെ എല്ലാവർക്കും പ്രിയപ്പെട്ട പാട്ടാണ് താമസം എന്തേ നീ വരുവാൻ എന്നൊക്കെ പറഞ്ഞ പാട്ടൊക്കെ ഉള്ളത് ഈ സിനിമയിൽ തന്നെയാണ്. ഈ സിനിമയെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ വളരെയധികം എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ സിനിമ. മലയാളത്തിലെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളിലൊക്കെ ഒരു ഐക്കോണിക് ആയിട്ട് നിൽക്കുന്ന ഒരു ഫിലിം തന്നെയാണ്. ഈ സിനിമയിൽ നമ്മൾ പ്രേതമുണ്ട്, പക്ഷെ പേടിപ്പിക്കുന്ന ചില രംഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് പ്രണയമാണ്. അത് വളരെ നല്ല രസമായിട്ട് പഴയ ആ മലയാള ഭാഷ അതിങ്ങനെ ശരിക്കും നമ്മുടെയൊക്കെ ഉള്ളിൽ തട്ടി വരുന്ന തരത്തിലുള്ള അറിയാലോ, വൈക്കം മുഹമ്മദ് ബഷീറൊക്കെ അത് എഴുതുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടല്ലോ, മലയാളത്തിന്റെ ആ ഒരു ഭംഗി, അത് ശരിക്കും ചേർന്ന് വന്നിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് ഭാർഗവി നിലയം. നമുക്ക് ഈ സിനിമയുടെ ചെറിയൊരു കഥാസംഗ്രഹത്തിലേക്ക് കിടക്കാം. ആദ്യം തന്നെ കാണിക്കുന്ന രംഗം എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് PJ ആന്റണിയുടെ കഥാപാത്രമുണ്ട്. MN എന്നാണ് ആ പടത്തിൽ അദ്ദേഹത്തിനെ വിളിക്കുന്നത്. അപ്പോൾ ആ PJ ആന്റണി അവിടേക്ക് ആ ഭാർഗവി നിലയത്തിലേക്ക് കയറി വരികയാണ് രാത്രി. ആ സമയത്ത് പെട്ടെന്ന് കതക് തുറന്നിട്ട് ഭാർഗവിക്കുട്ടിയുടെ പ്രേതം പുറത്തേക്ക് വരുന്നു. PJ ആന്റണിയെ ശരിക്കും രൂക്ഷമായിട്ട് നോക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം ഒരു റിക്ഷയില് നമ്മുടെ എഴുത്തുകാരൻ, അതായത് ഒരു കഥാ എഴുത്തുകാരനാണ് മധു സാറ് അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രം. അപ്പൊ അദ്ദേഹം റിക്ഷയിൽ വരികയാണ്. ഇന്നത്തെ പോലത്തെ ഓട്ടോറിക്ഷയല്ല, നമ്മൾ മനുഷ്യർ തന്നെ വലിച്ചു കൊണ്ടുപോകുന്ന റിക്ഷകളുണ്ട് ആ കാലഘട്ടത്തിൽ. അപ്പൊ അതില് 1-2 റിക്ഷയിൽ അദ്ദേഹത്തിന്റെ പെട്ടികളും സാധനങ്ങളൊക്കെ എടുത്ത് വരികയാണ്. അങ്ങനെ വന്ന് ആ ഭാർഗവി നിലയം എന്ന് പറഞ്ഞ ആ വീടിന്റെ അടുത്തേക്ക് എത്തണം. അപ്പൊ അവിടെ നോക്കുമ്പോൾ ആ വീട് മുഴുവൻ കാട് പിടിച്ച് കിടക്കുകയാണ്, വളരെ ആയിട്ടുള്ള രീതിയാണ്. അപ്പൊ പുള്ളി തൽക്കാലം അതിൽ നിന്ന് ഇറങ്ങി വീടിനകത്തേക്ക് കയറി പോകുന്നു. അപ്പോൾ കയറി പോകുമ്പോൾ കൊള്ളാം, നല്ല വീട്, കുറച്ച് പണിയൊക്കെ ഉണ്ട്, ചൂലൊക്കെ ഒന്ന് സമ്പാദിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്കും ഈ റിക്ഷയിൽ വെച്ചിട്ടുള്ള ഈ സാധനങ്ങളൊക്കെ റിക്ഷക്കാരെല്ലാവരും കൂടിയിട്ട് താഴത്തേക്ക് ഇറക്കിക്കണം. എന്താ ഇവിടെ വെച്ചിരിക്കണം, അകത്തേക്ക് വെക്കാറുന്നില്ലേ ചോദിക്കുന്നുണ്ട്. അപ്പൊ തന്നെ അവര് പേടിച്ചിട്ട് അവരുടെ മുഖത്ത് കാണാം, അവരുടെ ഭയമൊക്കെ അവരുടെ മുഖത്താണ്. അപ്പൊ അവര് പറയാണ്, ഇല്ല സാർ, ഞങ്ങൾക്ക് വേറെ പോയിട്ട് വേഗം തിരക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരത് ഇറക്കി വെച്ചിട്ട് പെട്ടെന്ന് പോവാണ്. അപ്പൊ അങ്ങനെ മധു അവിടെ നിന്ന് പോകുന്നു, കടയിലേക്ക് പോകുന്നു. അപ്പോ കടയിൽ ചെന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇന്ന സ്ഥലത്തെ വീട്ടില് ഇവിടെ അടുത്ത് വാടകയ്ക്ക് വന്നതാണ്, അപ്പൊ എനിക്ക് ഉച്ചയ്ക്കുള്ള ഭക്ഷണം അങ്ങോട്ട് എത്തിച്ചാൽ നന്നായിരുന്നു, അഡ്വാൻസ് ആയിട്ട് ഇതാ കുറച്ച് പൈസ എന്ന് പറയണം. ആദ്യം കടക്കാരൻ പറയുന്നുണ്ട്, ഞങ്ങൾ അവിടെ എത്തിച്ചേക്കാന്ന് പറഞ്ഞു. പക്ഷെ ഈ വീട് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ പെട്ടെന്ന് പേടിച്ചിട്ടാണ്, അത് പറ്റില്ല സാർ, ഇവിടെ പണിക്കാർ കുറവാണ്, അപ്പൊ അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മധു ഒന്ന് രൂക്ഷമായിട്ട് നോക്കിയിട്ട് ശരിയെന്നും പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് നേരെ മധുവിന്റെ കൂട്ടുകാരുടെ വീടുണ്ട്. അപ്പൊ നേരെ ആ പുള്ളി അങ്ങോട്ട് പോകുന്നു. അവിടെ പോയിട്ട് ഇങ്ങനെയൊക്കെ സംസാരിച്ചു. അപ്പൊ അവരോട്, നിങ്ങളൊക്കെ കുറെ കാലമായിട്ട് എനിക്ക് വേണ്ടി വാടക വീടൊക്കെ അന്വേഷിച്ച് നടന്നു കിട്ടില്ല, ഞാൻ ഇറങ്ങി ഒരൊറ്റ നിമിഷം കൊണ്ട് ഞാൻ വീട് തരപ്പെടുത്തി. പറഞ്ഞു, അതെയോ, എത്ര പെട്ടെന്ന്, അത് ഏത് വീട് എന്നൊക്കെ ചോദിക്കുമ്പോൾ നേരെ പോയി കഴിഞ്ഞാൽ കുറച്ച് നേരം ആ റോഡ് സൈഡിൽ കാണുന്ന ഒരു ബംഗ്ലാവ്. അപ്പൊ അവര് ചോദിക്കണം, ഏത് ഭാർഗവി നിലയോ എന്ന് വെച്ചു. അപ്പൊ അത് കേട്ടതും ഇവര് പേടിക്കാണ്. അപ്പൊ അവര് പറയുന്നുണ്ട്, അവിടെ പോണ്ട, അവിടെ യക്ഷിയുണ്ട്, അല്ലെങ്കിൽ അവിടെ പ്രേതമുണ്ട്, അവിടുത്തെ ഒരു വലിയൊരു കിണറുണ്ട്, ആ കിണറ്റിൽ ചാടിയ പെണ്ണിന്റെ ആത്മാവൊക്കെ അവിടെ ഉള്ളതാണെന്നൊക്കെ പറഞ്ഞു. ആണെങ്കിൽ നമുക്കൊരു കൂട്ടും കൂടി ആയല്ലോ എന്ന് പറഞ്ഞിട്ട് പുള്ളി അവിടുന്ന് തിരിച്ചു പോവാണ്. തിരിച്ചു നേരെ താമസിക്കുന്ന സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ആ ഭാർഗവി നിലയത്തിലേക്ക് വരണം. അപ്പൊ ആ രാത്രി അവിടെ എത്തുമ്പോൾ
വളരെ പുള്ളിക്കും കുറച്ച്, അതായത് മധുസാറിന് കുറച്ചൊരു പേടിയൊക്കെ വന്നിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ അവസാനം എന്നിട്ട് വിളിക്കുകയാണ്, ഭാർഗവി കുട്ടി ഞാനും കൂടി ഇന്ന് ഇവിടെ ഉണ്ട്, ഇവിടെയാണ് താമസം, നിന്നെ പറ്റി പലരും പലതും പറയണ കേട്ടു, ഞാൻ അങ്ങനെയൊന്നും നിങ്ങൾ അങ്ങനെയാണെന്നുള്ളതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വളരെ ചങ്ങാത്തമായിട്ടുള്ള വളരെ ഒരു നല്ല ഭയങ്കര സംഭാഷണങ്ങളാണ് അതൊക്കെ. ആ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് തന്നെ അതിങ്ങനെ ആ വർത്തമാനങ്ങൾ പറയുമ്പോൾ നമുക്ക് ഉള്ളിൽ തന്നെ ഇത്രയും നല്ല രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള സംഭാഷണങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് മധുസാർ നേരെ അകത്ത് പോകുന്നു. അകത്ത് പോയിട്ട് ഇങ്ങനെ കുറെയൊക്കെ വൃത്തിയാക്കി ആക്കി വെച്ച് നോക്കുമ്പോൾ ഒരു ഫോട്ടോ കിട്ടുകയാണ്. ഓ, ഭംഗിയുള്ള ഒരു സ്ത്രീയുടെ ഒരു ഫോട്ടോ അവിടെ കിട്ടുകയാണ്. അപ്പൊ അവിടെ അങ്ങനെ വെക്കുന്നു. അപ്പൊ ഭാർഗവി കുട്ടി തന്നെയായിരിക്കും ഇത് എന്നൊക്കെ പറയുന്നു. പിന്നെ അങ്ങനെ ഒരു റാന്തല് വിളക്കുണ്ട്, മേശയിൽ വെക്കുന്ന റാന്തല് വിളക്ക്. അപ്പൊ ആ റാന്തല് വിളക്ക് ഇങ്ങനെ കത്തിച്ചിട്ട് പറഞ്ഞു, ഈ നീല വെളിച്ചം ഇന്നു മുതൽ എന്റെയും നിന്റെയും കൂടിയാണ്, ഞാൻ നിന്റെ അനുവാദത്തോടു കൂടി ഞാൻ ഇവിടെ ഇരുന്നോട്ടെ, ഒരു കസേരയൊക്കെ കാണിച്ചിട്ട് അങ്ങനെ അവിടെ ഇരിക്കുന്നു. അങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പുള്ളി പറയണം, ഞാൻ കിടക്കുകയാണ് ഭാർഗവി കുട്ടി, ചിലപ്പോൾ ഇത് എന്റെ അവസാനത്തെ രാത്രി ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ അതിന് ശേഷം പിറ്റേന്ന് രാവിലെ എനിക്ക് നോക്കുമ്പോൾ ആൾക്കൊന്നും സംഭവിച്ചിട്ടില്ല, വളരെ കൂളായിട്ട് പുള്ളി എണീക്കുന്നു. അപ്പൊ അങ്ങനെ ഭാർഗവി കുട്ടിയോട് വീണ്ടും കുശലൊക്കെ പറയണം. അപ്പൊ ഭാർഗവി കുട്ടിയോട് പറയുന്നുണ്ട്, എന്റെ സൈക്കിൾ പുറത്തിരിക്കുന്നുണ്ട്, വേണമെങ്കിൽ ഓടിച്ചൊക്കെ കളിക്കാം, നിനക്ക് ഒക്കെ ചെയ്യാം, പക്ഷെ ഗേറ്റ് വിട്ടിട്ടൊന്നും പുറത്തേക്ക് പോരുത് കേട്ടോ, ഞാൻ പോയിട്ട് ഇപ്പൊ വരാം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി പോവാണ്. അപ്പൊ പുള്ളിനെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു അത്ഭുതം. പുള്ളി നേരെ ചെന്നിട്ട് അപ്പൊ ഒരു പോസ്റ്റ്മാനെ കാണണം. അപ്പൊ എന്നിട്ട് പറയാണ്, എന്റെ പേരും അഡ്രസ്സും ഇതാണ്, അപ്പൊ ഈ വീട്ടിലേക്ക് പറഞ്ഞാൽ അപ്പൊ അയാളൊരു അത്ഭുതത്തോടു കൂടി പുള്ളിനെ നോക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ തന്നേക്കാന്നും പറഞ്ഞിട്ട് പോകുന്നു. പിന്നെ അതേപോലെ കടയിൽ പോകുന്നു. അപ്പൊ ഇയാളെ കണ്ടതും എല്ലാവർക്കും ഇയാളൊരു രാത്രി അവിടെ താമസിച്ചിട്ട് തിരിച്ചു വന്നോ എന്നുള്ളൊരു ആ ഒരു ഇതുണ്ടല്ലോ, ഒരു പേടിയോ ഭക്തിയോ ബഹുമാനോ അങ്ങനെയൊക്കെ കൂടിയിട്ടൊരു അവസ്ഥയിൽ പുള്ളീനെ നോക്കണം എല്ലാവരും. അങ്ങനെ ഭക്ഷണം കഴിക്കണം. അതിനിടയിൽ 2 ഉണ്ട കണ്ണുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഈ കൂട്ടുകാരുടെ അമ്മാവൻ ഒരാൾ താമസിക്കുന്നുണ്ട്. അയാളെ കണ്ടു കഴിഞ്ഞാൽ ഒരു ആചാരഭാവമാണ്, ഒരു വില്ലൻ ക്യാരക്ടർ പോലെയൊക്കെയാണ്. പക്ഷെ അപ്പൊ അങ്ങനെ നിൽക്കുന്നു. തിരിച്ച് ആള് വീട്ടിൽ വരുന്നു. അപ്പൊ ഇങ്ങനെ അവിടെ വെച്ചിട്ട് പറയണ്ടോ, ഭാർഗവട്ടി ഒരു കുറുമ്പത്തിയായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഭാർഗവി എന്ന് പറയുന്ന ഒക്കെ കേട്ടിരുന്നു. ശേഷം പുള്ളി വീട്ടിൽ വരുമ്പോ ഇങ്ങനെ ഭാർഗവിയോട് ഇങ്ങനെ പറയാണ്, ഞാൻ നിന്നെ പറ്റിയൊക്കെ ഇങ്ങനെ പലതും കേട്ടു, ഇങ്ങനെ നോക്കട്ടെ. അപ്പൊ അതിനിടയിൽ ഒരാൾ ചോദിച്ചിരുന്നു, എന്താ ഭാർഗവിയുടെ കഥ എഴുതാണോ എന്നൊക്കെ ചോദിച്ചിരുന്നു. നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വന്നു. അപ്പൊ അങ്ങനെ ഇവൻ ഭാർഗവി കുട്ടിയോട് തന്നെ പറയണം, നമുക്ക് നിന്റെ കഥ എഴുതാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ കഥ എഴുത്ത് തുടങ്ങണം. അപ്പൊ അവിടെ പെട്ടെന്നൊരു ശബ്ദമൊക്കെ കേൾക്കും. ആ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ നേരെ പുറത്തേക്ക് നോക്കുന്ന സമയത്ത് വേറൊരു റൂമില് ഒരു പെട്ടി താഴെ വീഴാണ്. അപ്പൊ ആ പെട്ടി താഴെ വീഴുമ്പോൾ നോക്കുമ്പോൾ ഭാർഗവിയുടെ തന്നെ തോന്നുന്നു ലെറ്ററുകളും അങ്ങനെ എന്തൊക്കെ ഇത് തുറന്നു നോക്കാം, അപ്പൊ നിന്റെ കഥ എന്താണെന്നുള്ളത്. അപ്പൊ എന്നിട്ട് മധുവിന് പറഞ്ഞു, വേണ്ട, ഇത് ഞാൻ നോക്കുന്നില്ല, വേറെ ആരും അത് കാണുകയും വേണ്ട, ഞാൻ നോക്കുന്നില്ല, നമുക്ക് തന്നെ അത് എഴുതാം എന്നുള്ളത് പറഞ്ഞിട്ട് പുള്ളി അതൊക്കെ എടുത്ത് മടക്കി വെച്ച് അങ്ങനെ കഥ എഴുതാൻ തുടങ്ങണം. അപ്പൊ അങ്ങനെ കഥ എഴുതാൻ ജസ്റ്റ് തുടങ്ങി. അത് കഴിഞ്ഞ് പുള്ളി ഇങ്ങനെ പുറത്തേക്ക് പോവാണ്. കടപ്പുറത്തേക്ക് പോയിട്ട് ഇങ്ങനെ ഇരുന്ന് ഓരോന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഇങ്ങനെ ഒരു പാറപ്പുറത്ത് ഇങ്ങനെ ഭാർഗവി എന്ന് പറയുന്ന ഒരു ഇതൊക്കെ കാണും. അപ്പൊ അതിലിങ്ങനെ നോക്കുമ്പോൾ ഭാർഗവി SK എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ ഇതാണോ നിന്റെ കാമുകൻ? അപ്പൊ ഇങ്ങനെ പലതരത്തിലുള്ള കഥകളുണ്ട്. അപ്പൊ ഇതിനൊക്കെ ശേഷം വീണ്ടും ഇത് വന്നിട്ട് ഇങ്ങനെ പറയും, ഇങ്ങനെ നിങ്ങൾ പോവാറുള്ള സ്ഥലത്ത് പോയിരുന്നു, അവിടെ ഇന്ന പോലത്തെ ഒരു പേര് കണ്ടു എന്നൊക്കെ പറയും. പിന്നെ അതിനുശേഷം പിറ്റേ ദിവസം വീണ്ടും അങ്ങോട്ട് തന്നെ പോവാണ്. ഈ SK എന്നുള്ള പേരിന്റെ ഫുൾ ഫോം പടത്തിൽ നിന്ന് ശശികുമാർ എന്നാണ് കേട്ടോ. അപ്പൊ അങ്ങനെ അവിടെ ചെല്ലുമ്പോഴാണ് ഏകാന്തതയുടെ അപാരതീരം എന്ന് പറഞ്ഞ പാട്ടൊക്കെ ആ സമയത്ത് വരുന്നുണ്ട്. ആ പാട്ടിന്റെ ലൈനുകൾക്കിടയിൽ അപ്പോ ഇങ്ങനെ ഒരു പോയിന്റിൽ എത്തുമ്പോൾ പാട്ട് നിൽക്കും. അപ്പൊ പെട്ടെന്ന് ഒരു സ്ത്രീയുടെ ശബ്ദം കേൾക്കും. എന്താന്ന് ഒരു ശബ്ദം കേൾക്കും. അതായത് എന്താ അത് നിർത്തിയെന്ന് അങ്ങനെയുള്ള പോലത്തെ ഒരു വേർഡില് അങ്ങനെ കേൾക്കും. അങ്ങനെ കേൾക്കുമ്പോൾ പെട്ടെന്ന് മധു ഇങ്ങനെ ഞെട്ടി ഇങ്ങനെ നോക്കുകയാണ്. ചുറ്റും നോക്കുമ്പോൾ ഒരു വെള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കടൽ തീരത്ത് കടലിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ വെള്ളം മധുവിന്റെ ദേഹത്തേക്ക് ഇങ്ങനെ തെറിപ്പിച്ച് നിൽക്കുന്ന ഒരു സൗന്ദര്യമുള്ള ഒരു സ്ത്രീയെ കാണും. അതാണ് ഭാർഗവിയാണത്. പക്ഷെ അതിപ്പം മധുവിന് മനസ്സിലാവണില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ നിനക്കെന്താ കണ്ണ് കണ്ടുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ചൂടാവുന്നു. അതിനുശേഷം ഇങ്ങനെ പോകുമ്പോൾ സൈക്കിൾ എടുക്കാൻ ഒരു ബുദ്ധിമുട്ട്. അതേ സമയത്ത് തിരമാലകൾ ഇങ്ങനെ ആഞ്ഞടിക്കുന്നുണ്ട്. അതേപോലെ ഈ ഇതുണ്ടല്ലോ, നമ്മുടെ മണല് കൊടുങ്കാറ്റ് പോലെയൊക്കെ ചുഴറ്റി വീശുന്നുണ്ട്. അതായത് നമ്മൾ പറയില്ലേ, കാറ്റായും വെള്ളമായും മണലായും ഒക്കെ ഞാൻ വരും എന്നൊക്കെ പറയുന്ന രീതിയിൽ ഉള്ള ഒരു ഷോട്ടാണ്. എനിക്ക് ഈ സിനിമയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഷോട്ടും അതാണ് കേട്ടോ. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ വളരെ പരിമിതമായിട്ടുള്ള രീതിയിൽ ഈ സംഭവങ്ങൾ ഇത്രയും വളരെ
നല്ല രീതിയിൽ എടുക്കുമ്പോൾ നമുക്കത് വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ അതിനുശേഷം ഇവൻ വേഗം ഇവന്റെ വീട്ടിലേക്ക് വരുന്നു. അവിടെ നോക്കുമ്പോഴാണ് ആ ഫോട്ടോ കാണുമ്പോൾ മനസ്സിലായി ഇത് ഭാർഗവി തന്നെയാണെന്ന് മനസ്സിലാണ്. കഥ എഴുത്ത് ഇങ്ങനെ പുരോഗമിക്കുന്നു. അപ്പൊ അതിനിടയിൽ അടൂർ ബാസിയുടെ ക്യാരക്ടർ പെട്ടെന്ന് വരികയാണ്. അവിടെ ആരാ എന്താന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ ചെറിയ പരിക്കണ്ണിയാണ് ഞാൻ എന്ന് പറഞ്ഞു. അപ്പൊ ചെറിയ പരിക്കണ്ണി ആരാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ വലിയ പരിക്കണ്ണിയുടെ മോനാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്താ അങ്ങനെ പേടിച്ചു കഴിഞ്ഞാൽ കൊച്ചമ്മേനെ ഞാൻ പുറത്ത് കണ്ടു, പക്ഷെ കൊച്ചമ്മ എന്റെ കഴുത്തിന് കയറി പിടിച്ചു എന്നൊക്കെ പറയണം. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഭാർഗവി കുട്ടി ഇയാൾ ഇവിടെ നിന്നോട്ടെ എനിക്കൊരു സഹായം ആവുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളെ കയറ്റിക്കൊണ്ടുവരികയാണ്, അകത്തേക്ക് കയറ്റിക്കൊണ്ടുവരികയാണ്. പിന്നെ അവിടെ വെച്ചിട്ട് നമ്മൾ ഈ പിന്നെ പറയണു അപ്പൊ കൊച്ചമ്മയാണ് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് മധുവിന്റെ ഭാര്യയാണല്ലേ അതുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്നു. പിന്നെ ആൾ അവിടെ ഒരു സഹായമൊക്കെ ആയിട്ട് കൂടുന്നു. അപ്പൊ അങ്ങനെ മധു പുറത്തേക്ക് പോയ സമയത്ത് ഇങ്ങനെ ഇയാൾ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സൈക്കിൾ ഉണ്ട് അതായത് കുറച്ച് കുറുമ്പിയൊക്കെയാണ് ഈ ഭാർഗവി കുട്ടി. അപ്പോൾ പെട്ടെന്ന് ഈ എന്താ പറയാ സൈക്കിളിൽ ബെല്ലടി ശബ്ദം കേൾക്കുന്നു. പിന്നെ പെട്ടെന്ന് പുറകിൽ കൂടെ സൈക്കിൾ പോയിട്ട് ഇയാളെ പോയിട്ട് ഇടിക്കുകയാണ്. സൈക്കിൾ തന്നെ പോയിട്ട് ഇങ്ങനെ ഇടിച്ചിട്ട് വീണ്ടും നോക്കുമ്പോൾ പഴയ സ്ഥലത്ത് തന്നെ വന്നു നോക്കും. ഇതെന്താ സംഭവം എന്നൊക്കെ നോക്കുന്നു. ആൾക്കൊന്നും മനസ്സിലാവണില്ല. അപ്പൊ അതിനൊക്കെ ശേഷം എഴുതി തുടങ്ങുന്ന സമയത്ത് കുറെ സംഭാഷണങ്ങൾക്കിടയിൽ എന്താണ് വരാത്തത് എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു സംഭാഷണമൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് പുറത്തൊരു ഊഞ്ഞാലാടുന്നത് കാണും. ഈ ഊഞ്ഞാലാടുന്ന കാണുമ്പോഴാണ് ആ സമയത്ത് ഒരു പാട്ടുണ്ട്, പൊട്ടിത്തകർന്നു പോയി എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടുണ്ട്. അത് നല്ല അടിപൊളി സോങ് ആണ്. അത് 2 വേർഷൻ ഉണ്ട് ഈ സിനിമയിൽ. അത് കഴിഞ്ഞിട്ട് അപ്പൊ അത് നോക്കണ സമയത്ത് ഭാർഗവി കുട്ടി ഇരുന്ന് ഊഞ്ഞാലാടുന്നു. അപ്പൊ ഇങ്ങനെ പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഒഴുകി പോകുന്ന പോലെ ഭാർഗവി കുട്ടീനൊക്കെ കാണുന്നു. അതൊക്കെ കഴിഞ്ഞു. പിറ്റേ ദിവസം പുറത്തേക്ക് അടൂർ ബാസിയും ഇയാളും കൂടിയിട്ട് വീടിന്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കിണർ വൃത്തിയാക്കാൻ വേണ്ടി ഇരിക്കണം. അപ്പൊ ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് അടൂർ ബാസ് ഒരു പേടിത്തോണ്ടനാണ് പക്ഷെ ആക്ച്വലി. അപ്പൊ നിനക്ക് കിണറിലെ ഒരു പലകയൊക്കെ വെച്ചിട്ട് കെട്ടി പഴയ രീതിയിലുള്ളവരൊക്കെ ഒരു രീതിയിൽ പലക വെച്ച് കെട്ടിയിട്ട് കയറിങ്ങനെ പിടിച്ചു. അപ്പൊ നീ കയറ് പിടിച്ചെന്നാൽ ഞാൻ തന്നെ ഇറങ്ങിക്കോളാന്ന് പറയണു. അപ്പൊ അങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അടൂർ ബാസിയുടെ പുറകിൽ ഒരു ഈച്ച വന്നിരിക്കുന്നുണ്ട്. ആ ഈച്ചയുടെ ഒരു ഇക്കിളിപ്പെടുത്തലുണ്ടല്ലോ, അതില് പെട്ടെന്ന് കൈവിട്ട് പോകുന്നു. മധു നേരെ താഴത്തേക്ക് വീഴാണ്. അപ്പൊ ആ വീണ് കഴിഞ്ഞതിന് ശേഷം മറ്റേ എന്താ പെട്ടെന്ന് കൊച്ചമ്മേന്നൊക്കെ വിളിച്ച് കരയുന്നു. അപ്പൊ ആരെയും കാണാനില്ല. അങ്ങനെ അടൂർ ബാസി ഓടി കൂട്ടുകാരുടെ അടുത്തേക്ക് പോവാണ്. കൂട്ടുകാരുടെ അടുത്തേക്ക് പോയിട്ട് തിരിച്ച് പോയിട്ട് ഇങ്ങനെ വിവരം പറഞ്ഞു, എടാ ഭാർഗവി കുട്ടി എന്ന് പറയുന്നത് പ്രേതാണ്, അല്ലാണ്ട് കൊച്ചമ്മയൊന്നല്ല. അങ്ങനെ ആകുമ്പോൾ ഇപ്പൊ ഇയാൾക്ക് പേടിയാവുകയാണ്. അപ്പൊ അങ്ങനെ പേടിച്ച് അപ്പൊ പിന്നെ എടുത്ത് നോക്കുമ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മധു അവിടേക്ക് വരികയാണ്. അപ്പൊ മധു വരുമ്പോൾ എന്താ പറ്റിയെന്നുള്ള ചോദിക്കുമ്പോൾ എനിക്കറിയില്ല, ഞാൻ കിണറ്റിൽ വീണു, പക്ഷെ പെട്ടെന്ന് തന്നെ ഞാൻ ഇങ്ങനെ ആരോ എന്നെ പിടിച്ചു പൊക്കുന്ന പോലെ ജലത്തിന്റെ ഉപരിതലത്തിലേക്ക് ഞാൻ പൊങ്ങി വന്നു. പിന്നെ കയറുമേ പിടിച്ചു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല, ഞാൻ അങ്ങോട്ട് കയറി വരികയുണ്ടായെന്ന് പറയുന്നു. അങ്ങനെ ചെറിയ പരിക്കണ്ണിനെ വരൂ നമുക്ക് വീട്ടിൽ പോകുന്നൊക്കെ പറഞ്ഞു. ഇല്ല ഞാനില്ല എന്നൊക്കെ പറയണു. ശരിയെന്ന് പറഞ്ഞു. അവൻ കാര്യങ്ങൾ പറഞ്ഞിട്ട് തിരിച്ചു പോകുന്നു. തിരിച്ചു പോയതിനു ശേഷം ഇങ്ങനെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അപ്പൊ ഈ കടലാസുകൾ താഴത്തേക്ക് വീഴണം. അപ്പൊ കടലാസുകളൊക്കെ താഴത്തേക്ക് വീണ് നോക്കുന്ന സമയത്ത് നിനക്ക് പെട്ടെന്ന് കഥ കേൾക്കണം എന്നുണ്ട് അല്ലെ. അപ്പൊ പക്ഷെ ഞാൻ മുഴുവനാക്കിയിട്ടില്ല, അപ്പൊ എന്നിട്ട് വേണം നോക്കാൻ എന്നുള്ള രീതിയിലെന്ന് പറയണം. അപ്പൊ അങ്ങനെ ആ കഥ വായിച്ചു തുടങ്ങുകയാണ്. ആ കഥ വായിച്ചു തുടങ്ങുമ്പോഴാണ് നമ്മുടെ ശശികുമാറൊക്കെ, അതായത് പ്രേംനസീറിന്റെ ക്യാരക്ടറൊക്കെ. ഈ ശശികുമാർ എന്ന് പറയുന്നത് അത്യാവശ്യം കഥാപ്രസംഗം, ഡാൻസിന് മറ്റേ ഇതില്ലേ ഡാൻസ് ഒക്കെ ഒന്ന് തയ്യാറാക്കി കൊടുക്കുക, പാട്ടുകൾ ചിട്ടപ്പെടുത്തി കൊടുക്കുക, അങ്ങനെയൊക്കെ ഉള്ളൊരു ആളാണ്. അതൊക്കെ ചെയ്തിട്ട് ജീവിക്കുന്ന ഒരാളാണ്. കർണാടക സംഗീതമാണ് കൂടുതലും പഠിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഈ ഭാർഗവിയും 2-3 കൂട്ടുകാരും കൂടിയിട്ട് വരുന്നു കോളേജിലെ പ്രോഗ്രാമിന് ക്ഷണിക്കാനും അല്ലെങ്കിൽ പ്രോഗ്രാം ഒന്ന് ശരിയാക്കി അവർക്കൊരു ഡാൻസിന്റെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനൊക്കെ ആയിട്ട് വരുന്നു. ആ ഒരു സമയത്ത് ഭാർഗവിയും ശശികുമാറും തമ്മിൽ പ്രണയത്തിലാവുകയാണ്. അപ്പൊ അങ്ങനെ ആ ഒരു വീട്ടിലത്തെ ഒരു അരിവെപ്പുകാരൻ എന്നുള്ള ഒരു രീതിയിലാണ് നമ്മുടെ കുതിരവട്ടം പപ്പു ഉള്ളത്. കുതിരവട്ടം പപ്പുവിന് മെയിനായിട്ട് നാടകം എഴുതുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഒരു നല്ല ക്യാരക്ടറാണ്. ഭാർഗവി കുട്ടിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ്. ഇവരുടെ ഇടയിൽ നമ്മൾ പറയില്ലേ ഹംസമായിട്ട് നിൽക്കുന്നത് കുതിരവട്ടം പപ്പുവാണ്. അപ്പൊ അങ്ങനെ അതൊക്കെ ഈ MN എന്ന് പറയുന്നത് വില്ലൻ കഥാപാത്രമുണ്ട്. പുള്ളിക്ക് ഇതൊക്കെ അറിയാം. PJ ആന്റണിയുടെ കഥാപാത്രം. അപ്പേല് ഇവര് നമ്മുടെ ശശികുമാറും ഇവരും നമ്മളെ സംഭാഷണമൊക്കെ MN ഇടയ്ക്കിടയ്ക്ക് കേൾക്കലുണ്ട്. അതിൽ നിന്ന് MN മനസ്സിലായി ഇവര് തമ്മിൽ പ്രണയത്തിലാണെന്ന്. പക്ഷെ MN ഇവളെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അപ്പൊ ഈ ഒരു കഥയിലാണ് കേട്ടോ ഈ താമസം എന്തേ വരുവാൻ, അങ്ങനെ ഒരു 1-2 പാട്ടുകളും കൂടി ഈ ഒരു കഥയിലുണ്ട്. ഏകദേശം 3/4 മണിക്കൂറോളം ഇവരുടെ ഈ ഒരു കഥയാണ്. പ്രേംനസീറും ഭാർഗവിയും തമ്മിലുള്ള പ്രണയത്തിന്റെ കഥയാണ്. നല്ല രസമാണ് അതൊക്കെ കണ്ടിരിക്കാൻ. ആ കുറുമ്പുകളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ രസമാണ്. അപ്പൊ ഈ പ്രേംനസീർ എപ്പോഴും വെള്ള ഷർട്ടുകൾ തന്നെയാണ് ഇട്ടുള്ളത്. അപ്പൊ ഇതുകൊണ്ട് ഇവളുടെ വർണ്ണങ്ങളായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ മാറ്റി വെള്ള സാരിയാക്കി മാറ്റുകയാണ്. കറുത്ത ഷർട്ട് ഇട്ടത് കണ്ടപ്പോ ഈ കറുത്ത ഷർട്ട് കീറി പൊളിച്ച് കളയാണ് ഇവള് മാന്തിയിട്ടൊക്കെ. അപ്പൊ ചോദിക്കുന്നുണ്ട് ഇതെന്താ നീ കാണിക്കണമെന്ന് ചോദിക്കുന്ന സമയത്ത് പറയാണ്, ഞാൻ
വെള്ള സാരി ഞാൻ വെള്ളയിലേക്ക് മാറി നിങ്ങൾ വെള്ള മാത്രമേ ഉപയോഗിക്കുള്ളൂ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ എനിക്ക് സഹിച്ചില്ല, എന്താ നൊന്തോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അപ്പൊ ഇല്ല കുഴപ്പമില്ല, അപ്പൊ ആ ഒരു അഞ്ചാൽ മാന്തി പൊളിച്ചിട്ടുണ്ടേ, ഇപ്പൊ അതിലിത്തിരി നല്ല സുഖം ഉണ്ടെന്നൊക്കെ പറയുന്നിട്ടുള്ള ഒരു നല്ല രസമുള്ള വർത്തമാനങ്ങളാണ് അവരൊക്കെ. അതൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഇവര് രണ്ടുപേരും ഇവൻ പുറത്തിരിക്കുന്ന സമയത്ത് ഈ ഇവരുടെ വീടുകളെ തമ്മിൽ വെച്ചിട്ടുള്ള ഒരു മതിലുണ്ട്. ആ മതിലിന്റെ മുകളിലാണ് ലെറ്ററുകൾ വെക്കലും ഇവർ അങ്ങോട്ട് ഇങ്ങോട്ട് ലെറ്ററുകൾ എടുക്കുകയൊക്കെ ചെയ്തു. ഒരിക്കലും എമ്മൻ കണ്ടുപിടിക്കുന്നു. എമ്മൻ ഇതിനിടയിൽ ഇതൊക്കെ വായിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി ഏത് വിധേനയും ഇങ്ങനെ മാറ്റിയിട്ട് ഇവനും ഭാർഗവിയെ വിവാഹം കഴിക്കണം, അതാണ് കാര്യം. അപ്പൊ അങ്ങനെ ഇരിക്കെ ഇവൻ ശശികുമാർ പ്രേംനസീറിന്റെ ക്യാരക്ടർ അവിടെ ഇരിക്കുന്ന സമയത്ത് വെടിവെക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇവർ രക്ഷപ്പെട്ടിട്ട് ഭാർഗവിയോട് വന്നിട്ട് വിവരം പറയുമ്പോൾ പെട്ടെന്ന് എവിടേക്കായാലും പൊക്കള് പറയുമ്പോൾ അപ്പോൾ പ്രേംനസീർ പറയാണ് ഞാൻ ലക്നൌവിലേക്ക് പോവാണ്, എനിക്ക് ഇതിനിടയിൽ പറയുന്നുണ്ട് അവിടുത്തെ നോർത്ത് ഇന്ത്യൻ സംഗീതം കൂടി പഠിക്കണമെന്നുണ്ട്, അപ്പൊ ഞാൻ അവിടെ പോയിട്ട് തിരിച്ചു വരാൻ ഉറപ്പായിട്ടും വരും എന്ന് പറഞ്ഞിട്ട് പോവാണ്. അപ്പൊ അങ്ങനെ ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അവിടെ ഈ എം എൻ വരികയാണ്. ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട്, ഡൽഹി വരെ എടുത്തിട്ടുണ്ട്, എന്റെ കൂട്ടുകാരനും എനിക്കും വേണ്ടിയിട്ടുള്ള ടിക്കറ്റാണ്, അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കയറാം, കൂട്ടുകാരൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കയറുന്ന സമയത്ത് ഭാർഗവി തന്നയച്ചതാണെന്ന് പറഞ്ഞിട്ട് ഒരു പൊതി കൊടുക്കുകയാണ്. അപ്പൊ അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിയുമ്പോൾ അങ്ങനെ ശരി എന്ന് പറഞ്ഞു. പിന്നെ പ്രേംനസീർ മരിച്ചു. അപ്പൊ ആ പൊതിയിൽ പഴമാണ്, പഴത്തിൽ വിഷം ചേർത്തിട്ടാണ് ഇയാൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് അപ്പം മനസ്സിലാവില്ല ഇത് എങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ ഇയാൾ ഭാർഗവീനെ അടുത്ത് വരികയാണ്. ഭാർഗവീന്റെ ആ ഒരു കിണറുണ്ടല്ലോ ആ പരിസരത്ത് വെച്ചിട്ട് നമുക്ക് വിവാഹം കഴിക്കാം അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുന്നു. ഇനി നീ വിചാരിച്ചാൽ പോയ ആള് വരില്ല, അയാൾ മരിച്ചു, അയാൾക്ക് ഞാൻ പഴത്തിൽ വിഷം വെച്ച് കൊന്നു, നീ തന്നതാന്നും പറഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ഒരു ഉന്തും തള്ളും ഒക്കെ ആവുമ്പോൾ ഭാർഗവി ആ കിണറ്റിൽ വീണിട്ട് മരിക്കുകയാണ്. അപ്പൊ ഇതിനിടയിൽ മധുവും എമ്മനും തമ്മിൽ ഒരു ഇതേപോലത്തെ ഒരു സംഭവം വരും. നീ പെട്ടെന്ന് ഈ വീടിട്ട് പോകണം, അല്ലെങ്കിൽ ഈ കഥ എഴുതിയല്ലോ, ഭാർഗവിയുടെ ഈ കഥയൊക്കെ എഴുതിയിട്ട് നീ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി, അതുകൊണ്ട് നീ ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് വരികയാണ്. അപ്പൊ അങ്ങനെ ഇവര് തമ്മിൽ ഗംഭീര ഫൈറ്റ് ആവുന്നു. ഈ കഥ എഴുതിയ കടലാസുകളൊക്കെ ആ കിണറിന്റെ പരിസരത്തൊക്കെ തന്നെ പോകുന്നു. ആ ഫൈറ്റില് മധു ഈ കിണറിന്റെ അവിടേക്ക് മലർന്ന് ഇങ്ങനെ വീണ സമയത്ത് ഇവന്റെ നെഞ്ചത്ത് കൂടെ അപ്പുറത്തേക്ക് കിണറിന്റെ അടിയിലേക്ക് ഈ എം എൻ വീണു പോവാണ്. ഓക്കെ, അപ്പോ പെട്ടെന്ന് മധു തിരിച്ച് കയറുന്നു. എന്നിട്ട് മധു അവിടെ വെച്ചിട്ട് പറയുന്ന കുറച്ച് വേർഡ്സുകളുണ്ട്, നിനക്ക് മോക്ഷം കിട്ടുകയാണ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു കുറച്ച് വേർഡ്സുകളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ആ പടം അവിടെ അവസാനിക്കുകയാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.